കൂൺ കൃഷിയുടെ സാധ്യതകൾ പഠനവിധേയമാക്കി അടിമാലി മാർ ബസോലിയോസ് കോളേജ് നേച്ചർ ക്ലബ് അംഗങ്ങൾ. ശാന്തൻപാറ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ഏകദിന കൂൺ കൃഷി പഠന ക്യാമ്പിൽ നേച്ചർ ക്ലബ് അംഗങ്ങളായ 25 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. കോളേജിൽ നടത്തിവരുന്ന പച്ചക്കറി കൃഷിയോടൊപ്പം കൂൺ കൃഷി കൂടി വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യം. അടിമാലി മാർ ബസോലിയോസ് കോളേജിലെ നേച്ചർ ക്ലബ് അംഗങ്ങൾ ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് നടന്ന കൂൺ കൃഷിയെക്കുറിച്ചുള്ള ഏകദിന പഠന ക്യാമ്പിൽ പങ്കെടുത്തു. ശാന്തൻപാറ ബാപ്പുജി കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ പ്രോഗ്രാം അസിസ്റ്റന്റ് റേച്ചൽ സക്കറിയ പഠന ക്ലാസ് നയിച്ചു. ആദ്യ സെക്ഷനിൽ കൂൺ കൃഷിയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയും ഉച്ചകഴിഞ്ഞ് അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളും മറ്റും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാക്ടിക്കൽ സെക്ഷനും നടന്നു. തലേ ദിവസമേ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേണം പിറ്റേ ദിവസം എടുത്ത് ഉപയോഗിക്കാൻ. എന്ന് വെച്ചാൽ വെള്ളത്തിലിടുന്ന എന്തിനാ? അഴുകിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന സാധനം അഴുകാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ വെള്ളത്തിലിടുന്നത്. തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ചെയ്യുന്നത്. അപ്പോൾ അറക്കപ്പൊടിയിലാണെങ്കിൽ അറക്കപ്പൊടിയിൽ ഉണ്ടാക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ എളുപ്പം. ഇതിപ്പോൾ പച്ചയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അറക്കപ്പൊടിയാണ് നമുക്ക് എളുപ്പം പുട്ടുണ്ടാക്കുന്ന പോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കോളേജിൽ നിലവിൽ നടന്നുവരുന്ന പച്ചക്കറി കൃഷിയോടൊപ്പം കൂൺ കൃഷി കൂടി ആരംഭിക്കുക എന്നതും അതോടൊപ്പം വിദ്യാർത്ഥികളെ പോക്കറ്റ് മണി കണ്ടെത്താൻ സഹായിക്കുക എന്നതും നേച്ചർ ക്ലബിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പെടുന്നു. നേച്ചർ ക്ലബ് അംഗങ്ങളായ 25 കുട്ടികളാണ് പ്രസ്തുത പഠന ക്യാമ്പിലൂടെ കൂൺ കൃഷി പഠിക്കാനായി KVKയിൽ എത്തിയത്. അധ്യാപകരായ ദിദി ദമന, പ്രിൻസി PM, അശ്വിൻ വി ഷാജി, സുജിത മോൾ KS എന്നിവർ പ്രസ്തുത ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അടിമാലി.